സ്റ്റാർ മാജിക്കിന് ശേഷം ലക്ഷ്മി നക്ഷത്ര അവതാരികയായിട്ട് എത്തുന്ന ടെലിവിഷൻ പരിപാടിയാണ് സൂപ്പർ ഷോ. സി കേരളം ചാനലിൽ ആരംഭിക്കുന്ന ഷോയുടെ പ്രൊമോ വീഡിയോകൾ പുറത്തു വന്നിരിക്കുകയാണ്. ജനപ്രിയ നടൻ ദിലീപ്, സുരാജ് വെഞ്ഞാറമൂട്, ധ്യാൻ ശ്രീനിവാസൻ, നടി നവ്യ നായർ എന്നിവരാണ് ആദ്യ ദിവസം ഷോയിലെത്തിയത്. താരങ്ങളെ വേദിയിലിരുത്തിയ ശേഷം രസകരമായ ചോദ്യങ്ങളാണ് ലക്ഷ്മി ചോദിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും നല്ല കുക്ക് ആരാണെന്ന ചോദ്യത്തിന് സുരാജ് തന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. മട്ടൻ കറിയൊക്കെ താൻ സൂപ്പറായി ഉണ്ടാക്കുമെന്നും നടൻ പറഞ്ഞു. മറ്റൊരു ചോദ്യം, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതിന് എന്ത് പേരിടുമെന്നതായിരുന്നു. നവ്യ നായർക്ക് നേരത്തെ യൂട്യൂബ് ചാനൽ ഉള്ളതിനാൽ ബാക്കിയുള്ളവരോടാണ് ചോദ്യം. എന്നാൽ ഇതിന് ദിലീപ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. യൂട്യൂബിനിടാൻ ഉദ്ദേശിക്കുന്ന പേരിനെ പറ്റി ധ്യാൻ ശ്രീനിവാസനോട് ചോദിച്ചാൽ താൻ ധ്യാനകേന്ദ്രം എന്ന പേര് നൽകുമെന്നാണ് ഹാസ്യരൂപേണ ധ്യാൻ മറുപടി പറഞ്ഞത്. സുരാജ് വെഞ്ഞാറമൂടാണെങ്കിൽ വെഞ്ഞാറമൂടുമായി ബന്ധമുള്ള രീതിയിൽ മൂട് എന്ന പേരിടുമെന്നും പറയുന്നു. പിന്നാലെ ദിലീപിനോടായി ചോദ്യം. ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിലും എൻ്റെ പേരിൽ യൂട്യൂബുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് നടൻ പറയുന്നു. ഞാൻ കാരണം യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. ഞാനൊന്ന് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. അതിലൂടെ ആരൊക്കെ ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയില്ലെങ്കിലും ഇവരൊക്കെ എന്നെക്കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെയും ഒരു വിഹിതം എനിക്ക് തന്നാൽ മതിയായിരുന്നു. കേശി വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന പോലെ ഞാനാണ് അവരുടെ ഐശ്വര്യം. അവരുടെയൊക്കെ അംബാസിഡർ ഞാനാണ് എന്നും ദിലീപ് പറയുന്നു. അതിനർത്ഥം ദിലീപേട്ടൻ യൂട്യൂബ് ചാനൽ തുടങ്ങില്ല എന്നാണോ എന്ന ലക്ഷ്മിയുടെ മറു ചോദ്യത്തിന് താൻ അങ്ങനെയല്ല പറഞ്ഞതെന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. വളരെ തമാശയോടെ ദിലീപ് പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ്. നടി കാവ്യ മാധവനുമായി രണ്ടാമതും വിവാഹം കഴിച്ചത് മുതലാണ് ദിലീപ് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി തുടങ്ങിയത്. അതിനുശേഷം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിൽ പോയതോടുകൂടി വിവാദങ്ങളും വിമർശനങ്ങളും കൂടി. ഇതുമായി ബന്ധപ്പെട്ട് നടനെതിരെയുള്ള കഥകൾ യൂട്യൂബിൽ നിറഞ്ഞിരുന്നു. ഇതാണ് പരിഹാസ രൂപേണ ദിലീപ് പറഞ്ഞത്.